നമ്മുടെ കയ്യിൽ ചെറിയൊരു മുറിവ് പറ്റിയാൽ താനെ ഉണങ്ങാറില്ലേ? അങ്ങനെയാണെങ്കിൽ കാര്യമായ ഒരു അസുഖം വരുന്ന സമയത്ത് എന്തുകൊണ്ട് ശരീരം തന്നെ അതിനെ ഹീൽ ചെയ്യുന്നില്ല? ശരീരം തന്നെയാണ് എല്ലാ ഹീലിങ്ങും നടത്തുന്നത്. മരുന്ന് അതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ ക്രോണിക് ആയിട്ടുള്ള ഡിസീസസിനും പിന്നിൽ നമ്മളറിയാത്ത ഒരു രഹസ്യമുണ്ട്. നെഗറ്റീവ് ഇമോഷൻസ്, സ്ട്രെസ്, ആങ്സൈറ്റി, ഫിയർ, ആങ്കർ, ഓവർ തിങ്കിങ്, ഇങ്ങനെ നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള നെഗറ്റീവ് ഇമോഷൻസ് ശരീരത്തെ ബാധിക്കുകയും അത് ക്യാൻസർ മുതൽ സ്ട്രോക്ക്, അൾഷിമേഴ്സ്, കിഡ്നി ഡിസീസസ്, ലിവർ ഡിസീസസ് തുടങ്ങിയ സ്കിൻ ഡിസീസ് തുടങ്ങിയ എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇതിനെ ഹീൽ ചെയ്യാത്തിടത്തോളം കാലം ഒരിക്കലും ചികിത്സ കംപ്ലീറ്റ് ആവുന്നില്ല എന്നുള്ളത് അറിയാമോ? യെസ്, സൈക്കോസൊമാറ്റിക് ഡിസീസസ്. കഴിഞ്ഞ 20 കൊല്ലമായി ലോകാരോഗ്യ സംഘടന നമുക്കതിനെപ്പറ്റിയുള്ള അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഒരിക്കലും അതിനുള്ള സൗകര്യം ഇല്ല. ഇത് ഇത്രമാത്രം വലിയൊരു പ്രശ്നമാണെന്ന് തിരിച്ചറിയാത്തത് കൊണ്ടായിരിക്കാം നമ്മൾ ഒരിക്കലും ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പോലും ഇമോഷനെ ഹീൽ ചെയ്യാൻ തയ്യാറാവാറില്ല. ഇത് ഇത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്ന് ചിന്തിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ താനേ ഒഴിഞ്ഞു പോകും എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കാം നമ്മൾ നെഗറ്റീവ് ഇമോഷൻസിനെ കാര്യമായിട്ട് എടുക്കാറില്ല. നിങ്ങളുടെ നെഗറ്റീവ് ഇമോഷൻസിനെ ഹീൽ ചെയ്ത് എനർജി ബാലൻസ് ചെയ്യാൻ സൈക്കോസൊമാറ്റിക് കോണ്ടക്ട് ഹീലിങ്ങിലൂടെ വളരെ എളുപ്പമാണ്. വീഡിയോ കോളിൽ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതുമാണ്. എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക.